പുതിയൊരു വീഡിയോയിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. +2 ബോട്ടണിയിലെ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനിമൽ ബ്രീഡിങ്ങിനെ കുറിച്ചാണ്. ബ്രീഡിംഗ് ഓഫ് ആനിമൽസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ആനിമൽ ഹസ്ബൻഡറി. ആനിമൽ ബ്രീഡിംഗ് എയിം ചെയ്യുന്നത് ഈൽഡ് ഇൻക്രീസ് ചെയ്യുക, അതായത് ആനിമൽസിൻ്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉള്ള ആനിമൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് ആനിമൽ ബ്രീഡിംഗ് എയിം ചെയ്യുന്നത്. അപ്പോൾ ആനിമൽ ബ്രീഡിംഗ് എന്താണെന്ന് പറയുന്നതിൻ്റെ മുന്നേ ആയിട്ട് എന്താണ് ബ്രീഡ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ബ്രീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a group of animals related by descent and similar in appearance, features, size, etc. ഒരിക്കൽ കൂടി പറയാം. ബ്രീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a group of animals. ആനിമൽസിന്റെ ഗ്രൂപ്പാണ്. It is a group of animals related by descent and similar in appearance, features, size, etc. അതായത് ഒരുപോലെയുള്ള ഫീച്ചേഴ്സും അതുപോലെ തന്നെ അപ്പിയറൻസും സൈസും ഒക്കെ ഉള്ള ആനിമൽസിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് ബ്രീഡ് എന്ന് പറയുന്നത്. എന്താണ് ബ്രീഡിംഗ് എന്ന് നോക്കാം. That is the modification of genotype of an organism to make that organism more useful to humans. ഒരിക്കൽ കൂടി പറയാം. ബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the modification of genotype of an organism to make that organism more useful to humans. അതായത് ബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീനോടൈപ്പിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുകയാണ്. ഹ്യൂമൻ ബീയിങ്സിന് കൂടുതൽ യൂസ്ഫുൾ ആവുന്നതിന് വേണ്ടി ആ ഒരു ഓർഗാനിസത്തിൻ്റെ ജീനോടൈപ്പിന് ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുന്നതിനെയാണ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം ടു മേക്ക് ദാറ്റ് ഓർഗാനിസം മോർ യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. അടുത്തതായിട്ട് പറയുന്നത് ആനിമൽ ബ്രീഡിങ്ങിന്റെ സ്റ്റെപ്സ് ആണ്. പ്രധാനമായിട്ടും 2 സ്റ്റെപ്സ് ആണ് ആനിമൽ ബ്രീഡിങ്ങിന് ഉള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സുപ്പീരിയർ മെയിൽസ് ആൻഡ് സുപ്പീരിയർ ഫീമെയിൽസ് ഓഫ് ദ സെയിം ബ്രീഡ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് മേറ്റഡ് ഇൻ പെയർസ്. അതായത് ആദ്യം ചെയ്യുന്നത് സുപ്പീരിയർ മെയിൽസിനെയും സുപ്പീരിയർ ഫീമെയിൽസിനെയും ഐഡന്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് അതിനെ തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, superior males and superior females of the same breed are identified and mated in pair. അതായത് സെയിം ബ്രീഡിലുള്ള സുപ്പീരിയർ ആയിട്ടുള്ള മെയിലിനെയും സുപ്പീരിയർ ആയിട്ടുള്ള ഫീമെയിലിനെയും ഐഡന്റിഫൈ ചെയ്തിട്ട് അവയെ തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ബ്രീഡിങ്ങിന്റെ ആനിമൽ ബ്രീഡിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, ദ പ്രോജനി obtained are evaluated and superior males and females among them are identified for further mating. ഒരിക്കൽ കൂടി പറയാം. The progeny obtained are evaluated and superior males and females among them are identified for further mating. അതായത് ഇങ്ങനെ ഇവിടെ മേറ്റിംഗ് നടത്തിയിട്ട് കിട്ടിയിട്ടുള്ള പ്രോജനി. ഓക്കെ, പ്രോജനി എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം പ്രോജനി എന്തായിരുന്നു? കുട്ടികളാണ് അല്ലെ, ഓസ്പ്രിങ്സ് ആണ്. അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള പ്രോജനിയിൽ നിന്നും സുപ്പീരിയർ ആയിട്ടുള്ള മെയിലിനെയും ഫീമെയിൽസിനെയും വീണ്ടും ഐഡന്റിഫൈ ചെയ്യുന്നു, എന്നിട്ടത് ഫർദർ മേറ്റിങ്ങിന് വേണ്ടി വീണ്ടും മേറ്റ് ചെയ്യിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 2 സ്റ്റെപ്സ് ആണ് ആനിമൽ ബ്രീഡിങ്ങിന് ഉള്ളത്. അപ്പോൾ നമ്മൾ ബ്രീഡ് എന്താണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു, ആനിമൽ ബ്രീഡിംഗ് എന്താണെന്നുള്ളത് പറഞ്ഞു, അതിൻ്റെ സ്റ്റെപ്സും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബ്രീഡിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, പ്രധാനമായിട്ടും ആനിമൽ ബ്രീഡിംഗ് 2 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇൻ ബ്രീഡിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഔട്ട് ബ്രീഡിംഗ്. ഓക്കെ, ആനിമൽ ബ്രീഡിംഗ് ഇറ്റ് ഈസ് മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 2 അല്ലെങ്കിൽ 2 ടൈപ്പ് ബ്രീഡിംഗ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇൻ ബ്രീഡിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഔട്ട് ബ്രീഡിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ഭാഗമാണ് ഇൻ ബ്രീഡിംഗ് ആൻഡ് ഔട്ട് ബ്രീഡിംഗ്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻ ബ്രീഡിങ്ങിനെ കുറിച്ച് നോക്കാം. എന്താണ് ഇൻ ബ്രീഡിംഗ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി മേറ്റിംഗ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഇൻഡിവിജ്വൽസ് within the same breed for
4 to 6 generations. That is the mating of closely related individuals within the same breed for 4 to 6 generations. അതായത് സെയിം ബ്രീഡിലുള്ള ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ 4 to 6 ജനറേഷൻസ് വരെ തുടർച്ചയായിട്ട് മെയ്റ്റ് ചെയ്യിപ്പിക്കാം. ഇങ്ങനെ ചെയ്യുന്ന ഒരു ബ്രീഡിങ്ങിനെയാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. The next is significance of inbreeding. ഇൻബ്രീഡിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇൻബ്രീഡിംഗ്, അതുപോലെ തന്നെ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഡ്രോബാക്സ് എന്താന്നൊക്കെ പറഞ്ഞ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻബ്രീഡിംഗ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് വൺ, ഇറ്റ് ഇൻക്രീസസ് ദി ഹോമോസൈഗോസിറ്റി. ഇറ്റ് ഇൻക്രീസസ് ദി ഹോമോസൈഗോസിറ്റി ടു ഇവോൾവ് എ പ്യുവർ ലൈൻ ആനിമൽ. അതായത് ഇൻബ്രീഡിംഗ് ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നു. ഹോമോസൈഗസ്, ഹെട്രോസൈഗസ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഹോമോസൈഗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീനിന്റെ 2 അലീൽസും സെയിം ആണെങ്കിൽ അതിനെയാണ് ഹോമോസൈഗസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻബ്രീഡിംഗ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഹോമോസൈഗോസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ടു ഇവോൾവ് എ പ്യുവർ ലൈൻ ആനിമൽ. അതിന്റെ ഫലമായിട്ട് പ്യുവർ ലൈൻ ആനിമൽ ഇവോൾവ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ അക്യുമുലേഷൻ ഓഫ് സുപ്പീരിയർ ജീൻസ്. ഇൻബ്രീഡിങ്ങിന്റെ ഫലമായിട്ട് സുപ്പീരിയർ ജീൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നു. ആൻഡ് എലിമിനേഷൻ ഓഫ് ലെസ് ഡിസൈറബിൾ ജീൻസ്. അപ്പോൾ ഇൻബ്രീഡിങ്ങിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു, അക്യുമുലേഷൻ ഓഫ് സുപ്പീരിയർ ജീൻസ്. സുപ്പീരിയർ ജീൻസ് അക്യുമുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ലെസ് ഡിസൈറബിൾ ആയിട്ടുള്ള ജീൻസ് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഈ 2 സിഗ്നിഫിക്കൻസ് ആണ് ഇൻബ്രീഡിങ്ങിന് ഉള്ളത്. നെക്സ്റ്റ് ഇസ് ഡ്രോബാക്സ് ഓഫ് ഇൻബ്രീഡിംഗ്. അതായത് ഇൻബ്രീഡിങ്ങിന്റെ ഡ്രോബാക്സ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് എക്സ്പോസസ് ദി ഹാംഫുൾ റെസസീവ് ജീൻസ് ദാറ്റ് ആർ എലിമിനേറ്റഡ് ബൈ സെലക്ഷൻ. അതായത് സെലക്ഷൻ വഴി എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള റെസസീവ് ജീൻസ് ഇൻബ്രീഡിങ്ങിന്റെ ഫലമായിട്ട് വീണ്ടും എക്സ്പോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഒരിക്കൽ കൂടി പറയാം, ഇറ്റ് എക്സ്പോസസ് ദി ഹാംഫുൾ റെസസീവ് ജീൻസ് ദാറ്റ് ആർ എലിമിനേറ്റഡ് ബൈ സെലക്ഷൻ. അതായത് സെലക്ഷന്റെ ഫലമായിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഹാംഫുൾ റെസസീവ് ജീൻസ് വീണ്ടും എക്സ്പോസ് ചെയ്യാൻ എന്ത് കാരണമാവുന്നു, ഇൻബ്രീഡിംഗ് കാരണമാവുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, കണ്ടിന്യൂഡ് ഇൻബ്രീഡിംഗ് ലീഡ്സ് ടു ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ റെഡ്യൂസ് ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതായത് തുടർച്ചയായിട്ട് ഇൻബ്രീഡിംഗ് നടക്കുമ്പോൾ ഇത് എന്തിന് കാരണമാവുന്നു, ഇൻബ്രീഡിംഗ് ഡിപ്രഷന് കാരണമാവുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ, ഇറ്റ് ഈസ് ദി റെഡ്യൂസ്ഡ് ബയോളജിക്കൽ ഫിറ്റ്നസ് ഇൻ എ ഗിവൺ പോപ്പുലേഷൻ ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് ഇൻബ്രീഡിംഗ്. അതായത് തുടർച്ചയായിട്ടുള്ള ഇൻബ്രീഡിങ്ങിന്റെ ഫലമായിട്ട് ഒരു പോപ്പുലേഷനിൽ എന്ത് സംഭവിക്കുകയാണ്, അതിന്റെ ബയോളജിക്കൽ ഫിറ്റ്നസ് റെഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കൽ കൂടി പറയാം, ഇറ്റ് ഈസ് ദി റെഡ്യൂസ്ഡ് ബയോളജിക്കൽ ഫിറ്റ്നസ് ഇൻ എ ഗിവൺ പോപ്പുലേഷൻ ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് ഇൻബ്രീഡിംഗ്. ഓക്കെ, ദെൻ ഇങ്ങനെ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് ഫെർട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. ഫെർട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരും. ഓക്കെ, ഇതിന് ഫലമായിട്ട് എന്തുണ്ടാവുന്നു, പ്രൊഡക്ടിവിറ്റി കുറയും, അല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രോജനികളുടെ അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഓസ്പ്രിങ്സിന്റെ എണ്ണം കുറയുന്നു. അപ്പോൾ 2 പോയിന്റ്സ് ആണ് ഇവിടെ ഡ്രോബാക്സ്, ഇൻബ്രീഡിങ്ങിന്റെ ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് എക്സ്പോസസ് ഹാംഫുൾ റെസസീവ് ജീൻസ് ദാറ്റ് ആർ എലിമിനേറ്റഡ് ബൈ സെലക്ഷൻ. സെക്കൻഡ് പോയിന്റ്, കണ്ടിന്യൂഡ് ഇൻബ്രീഡിംഗ് ലീഡ്സ് ടു ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്, അത് കറക്റ്റായിട്ട് പഠിക്കുക. ദെൻ ക്യാരക്ടറൈസ്ഡ് ബൈ റെഡ്യൂസ്ഡ് ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതായത് ഇൻബ്രീഡിംഗ് ഡിപ്രഷന്റെ ഫലമായിട്ട് ഈ ഒരു ഫെർട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. ഫെർട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ നടക്കാതെ വരികയാണ്, റീപ്രൊഡക്ഷൻ കുറഞ്ഞു വരികയാണ്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, പ്രൊഡക്ടിവിറ്റി കുറയും. ഓക്കെ, ഈ 2 ഡ്രോബാക്സ് ആണ് ഇൻബ്രീഡിങ്ങിന്റെ ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ബ്രീഡിംഗ് 2 ടൈപ്പാണ്, ഇൻബ്രീഡിങ്ങും ഔട്ട് ബ്രീഡിങ്ങും. അതിൽ ഇൻബ്രീഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ഔട്ട് ബ്രീഡിംഗ്.
ഔട്ട്ബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി ബ്രീഡിംഗ് ഓഫ് അൺറിലേറ്റഡ് ആനിമൽസ്. ഇറ്റ് ഈസ് ദി ബ്രീഡിംഗ് ഓഫ് അൺറിലേറ്റഡ് ആനിമൽസ്. ഓക്കെ, ഇറ്റ് ഈസ് ഓഫ് ഫോളോയിങ് ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് ഔട്ട്ക്രോസിംഗ്, ദെൻ ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. അതായത് നമ്മൾ ആദ്യം ഇൻബ്രീഡിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി പറയുന്നത് ഔട്ട്ബ്രീഡിംഗ് ആണ്. ഔട്ട്ബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബ്രീഡിംഗ് ഓഫ് അൺറിലേറ്റഡ് ആനിമൽസ്. അൺറിലേറ്റഡ് ആനിമൽസിനെ തമ്മിൽ മേറ്റ് ചെയ്യിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഔട്ട്ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓഫ് 3 ടൈപ്സ്. 3 ടൈപ്പാണ് ഈ ഒരു ഔട്ട്ബ്രീഡിംഗ് എന്ന് പറയുന്നത്. 3 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഔട്ട്ക്രോസിംഗ്, ദെൻ ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. സോ ഫസ്റ്റ് വൺ ഈസ് ഔട്ട്ക്രോസിംഗ്. അപ്പോൾ നമുക്ക് ഔട്ട്ക്രോസിംഗ് എന്താണെന്ന് നോക്കാം. It is the mating of animals within the same breed which having no common ancestors on either side of their pedigree up to 4 to 6 generation. അതായത് ഔട്ട്ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the mating of animals within the same breed. അതായത് സെയിം ബ്രീഡ് തന്നെയാണ്, പക്ഷെ ഇവരുടെ കോമൺ ആൻസിസ്റ്റേഴ്സ് അല്ല, ആൻസിസ്റ്റേഴ്സ് സെയിം അല്ല. ഇറ്റ് ഈസ് ദി mating of animals within the same breed which having no common ancestors on either side of their pedigree up to 4 to 6 generation. അതായത് ഒരു 4 തൊട്ട് 6 തലമുറകൾ വരെ ഇവരുടെ ആൻസിസ്റ്റേഴ്സ് സെയിം ആയിരിക്കില്ല. ഓക്കെ, പക്ഷേ ഇത് സെയിം ബ്രീഡിൽ തന്നെയുള്ള ആനിമൽസ് ആണ്. ഇവർ തമ്മിലുള്ള ബ്രീഡിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു മേറ്റിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ഔട്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട് ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ബ്രീഡാണ്, പക്ഷേ ഒരു 5-6 തലമുറകളുടെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ആൻസസ്റ്റേഴ്സ് സെയിം ആയിരിക്കില്ല. ഓക്കെ, അത്തരം ആനിമൽസിനെ തമ്മിൽ ബ്രീഡ് ചെയ്ത് അല്ലെങ്കിൽ മെയ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന പ്രോജനികളെ എന്ത് പറയും? ഔട്ട് ക്രോസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഔട്ട് ക്രോസിംഗ് ചെയ്ത് ലഭിക്കുന്ന പ്രോജനികളെ അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സിനെ ഔട്ട് ക്രോസ് എന്ന് പറയും. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട് ക്രോസിംഗ് ആണ്. ഔട്ട് ക്രോസിംഗിന്റെ അഡ്വാൻറ്റേജസ് ആണ് ഇനി അടുത്തതായിട്ട് പറയുന്നത്. 2 പോയിന്റ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ദി ബെസ്റ്റ് മെത്തേഡ് ഫോർ ആനിമൽസ് ഹാവിംഗ് ലോ പ്രൊഡക്ടിവിറ്റി, മിൽക്ക് പ്രൊഡക്ഷൻ ആൻഡ് ലോ ഗ്രോത്ത് റേറ്റ് ഇൻ ബീഫ്, കാറ്റിൽ എക്സെട്ര. അതായത് ആനിമൽസിൽ പ്രൊഡക്ടിവിറ്റി കുറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ഷൻ ഒക്കെ കുറഞ്ഞ ആനിമൽസ് ഉണ്ടെങ്കിൽ, അതുപോലെ ബീഫിലൊക്കെ അതിൻ്റെ ആ ഒരു ബീഫിൻ്റെ ഒക്കെ ഗ്രോത്ത് കുറയുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷനൊക്കെ ഓവർകം ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ഒരു ഔട്ട് ക്രോസിംഗ് സഹായിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയാം. ഇറ്റ് ഈസ് ദി ബെസ്റ്റ് മെത്തേഡ് ഫോർ ആനിമൽസ് ഹാവിംഗ് ലോ പ്രൊഡക്ടിവിറ്റി, ലോ മിൽക്ക് പ്രൊഡക്ഷൻ, ലോ ഗ്രോത്ത് റേറ്റ് ഇൻ ബീഫ്, കാറ്റിൽ എക്സെട്ര. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കാം. ഇറ്റ് ഓവർകം ദ പ്രോബ്ലംസ് ഓഫ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അപ്പോൾ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇൻബ്രീഡിംഗ് ഡിപ്രഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ എന്ത് സഹായിക്കുന്നു? ഈ ഒരു ഔട്ട് ക്രോസിംഗ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇൻബ്രീഡിംഗ് ഡിപ്രഷന്റെ പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു? പ്രൊഡക്ടിവിറ്റി കുറയും അല്ലെ, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ 2 പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? ഈ ഒരു ഔട്ട് ക്രോസിംഗ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ്സ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ഔട്ട് ക്രോസിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഔട്ട് ബ്രീഡിംഗ് നമ്മൾ പറഞ്ഞു, അതിന് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ സെക്കൻഡ് ടൈപ്പ് ആണ് ക്രോസ് ബ്രീഡിംഗ്. അപ്പോൾ ക്രോസ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് ദി ബ്രീഡിംഗ് ഓഫ് സുപ്പീരിയർ മെയിൽസ് ഓഫ് വൺ ബ്രീഡ് വിത്ത് സുപ്പീരിയർ ഫീമെയിൽ ഓഫ് അനദർ ബ്രീഡ്. അതായത് ഇവിടെ വരുന്നത് 2 വ്യത്യസ്ത ബ്രീഡുകളെ തമ്മിലാണ് മേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദി mating or breeding of superior males of one breed. അതായത് ഒരു ബ്രീഡിലെ സുപ്പീരിയർ മെയിലിനെ എടുത്തിട്ട് മറ്റൊരു ബ്രീഡിലെ സുപ്പീരിയർ ഫീമെയിലുമായിട്ട് മേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്? ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രോസ് ബ്രീഡിംഗ് എന്താണെന്ന് ഒരിക്കൽ കൂടി പറയാം. ഇറ്റ് ഇൻവോൾവ്സ് ദി ബ്രീഡിംഗ് ഓഫ് സുപ്പീരിയർ മെയിൽസ് ഓഫ് വൺ ബ്രീഡ് വിത്ത് സുപ്പീരിയർ ഫീമെയിൽസ് ഓഫ് അനദർ ബ്രീഡ്. അപ്പോൾ ഇവിടെ ക്രോസ് ബ്രീഡിങ്ങിൽ 2 ബ്രീഡ്സ് വരുന്നുണ്ട്. 2 വ്യത്യസ്ത ബ്രീഡ്സിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്.
ഒരു ബ്രീഡിലെ സുപ്പീരിയർ മെയിലിനെയും സെലക്ട് ചെയ്തു, മറ്റൊരു ബ്രീഡിലെ സുപ്പീരിയർ ഫീമെയിലിനെയും സെലക്ട് ചെയ്തു. ഇത് തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. Then desirable qualities of two different breeds are combined. അതായത് ഉണ്ടാവുന്ന പ്രോജനിക്ക് ഈ വ്യത്യസ്ത ബ്രീഡുകളിലുള്ള ഡിസൈറബിൾ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഷീപ്പിന്റെ 2 വ്യത്യസ്ത ബ്രീഡുകളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. ബെക്കിനേരി ഈവ്സ് ആൻഡ് മെറൈനോ റാംസ്. ബെക്കിനേരി ഈവ്സ് ആൻഡ് മെറൈനോ റാംസ്. ഇതില് ബെക്കിനേരി ഈവ്സ് എന്ന് പറയുന്ന ഷീപ്പിന്റെ ഈ ഒരു ബ്രീഡ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത് ഫീമെയിൽ ആണ്. ദെൻ മെറൈനോ റാംസ് എന്ന് പറയുന്ന മറ്റൊരു ബ്രീഡ്. ഓക്കെ, മെറൈനോ റാംസ് എന്ന് പറയുന്ന മറ്റൊരു ബ്രീഡ് ഇതെന്താണ്? മെയിൽ ആണ്. ഓക്കെ, ഈ 2 ബ്രീഡ്സിനെയും തമ്മിൽ ക്രോസ് ചെയ്തു കിട്ടിയ പ്രോജനി ഹിസാർഡെയിൽ എന്ന് പറയുന്ന ഷീപ്പാണ്. ഓക്കെ, ഹിസാർഡെയിൽ എന്ന് പറയുന്ന ഷീപ്പാണ്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഹിസാർഡെയിലിന്റെ പാരൻസ് ആരൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആരൊക്കെയാണ് പാരൻസ് ആയിട്ട് വന്നിട്ടുള്ളത്? ബെക്കിനേരി ഈവ്സ് ആൻഡ് മെറൈനോ റാംസ്. ഇതില് ബെക്കിനേരി ഈവ്സ് എന്ന് പറയുന്നത് ഫീമെയിൽ പാർട്ട്ണർ ആണ്. മെറൈനോ റാംസ് എന്ന് പറയുന്നത് മെയിൽ പാർട്ട്ണർ ആണ്. ഉണ്ടായിട്ടുള്ള പ്രോജനി ഏതായിരുന്നു? ഹിസാർഡെയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ക്രോസ് ബ്രീഡിങ്ങിന് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത്. ഇത് ചെയ്തിട്ടുള്ളത് പഞ്ചാബിലാണ്. ഓക്കെ, പഞ്ചാബിലാണ് ഹിസാർഡെയിലിന് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഔട്ട് ബ്രീഡിങ് 3 ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ആദ്യത്തെ 2 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. തേർഡ് വൺ ഈസ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ മേറ്റിംഗ് ഓഫ് 2 ഡിഫറെന്റ് സ്പീഷീസ്. അതായത് 2 വ്യത്യസ്ത സ്പീഷീസുകൾ തമ്മിലുള്ള മേറ്റിംഗ് ആണ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അതായത് ഒരു പ്രത്യേക സ്പീഷീസിലെ മെയിലും മറ്റൊരു സ്പീഷീസിലെ ഫീമെയിലും തമ്മിൽ മേറ്റ് ചെയ്യുന്നതിനെയാണ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഡോങ്കി ആൻഡ് ഹോഴ്സ്. അതായത് ഡോങ്കി ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് മെയിൽ പാർട്ട്ണർ ആയിട്ടാണ്. ദെൻ ഹോഴ്സിനെ ഫീമെയിൽ പാർട്ട്ണർ ആയിട്ട് ഹോഴ്സിനെയും സെലക്ട് ചെയ്തു. ദെൻ ഇത് തമ്മിൽ മേറ്റ് ചെയ്യിച്ചപ്പോൾ ഉണ്ടായ പ്രോജനി ഏതാണ്? പ്രോജനി മ്യൂൾ ആണ് അല്ലെ? മ്യൂൾ ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. നമ്മൾ മലയാളത്തിൽ കോവർ കഴുത എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു മ്യൂള് ഫോം ചെയ്തത് എങ്ങനെയാണ്? എക്സാമിന് ചോദിക്കാറുണ്ട്. മ്യൂളിന്റെ പാരൻസ് ആരൊക്കെയാണ് ചോദിക്കാറുണ്ട്. ഡോങ്കി ആൻഡ് ഹോഴ്സ്. ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത് 3 ടൈപ്പാണുള്ളത്. ഏതൊക്കെയായിരുന്നു? ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ്, ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. അതിന് എക്സാമ്പിൾസും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് പറയുന്നത് കൺട്രോൾഡ് ബ്രീഡിംഗ് എക്സ്പെരിമെന്റ്സ് ആണ്. ഓക്കെ, കൺട്രോൾഡ് ബ്രീഡിംഗ് എക്സ്പെരിമെന്റ്സിൽ 2 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആൻഡ് സെക്കൻഡ് വൺ മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. ഓക്കെ, അതായത് കൺട്രോൾഡ് ബ്രീഡിംഗ് എക്സ്പെരിമെന്റ്സിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. ഓക്കെ, ഇതിന്റെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട് എക്സാമിന്. MOET എന്ന് തന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്താണെന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ semen collected from male partner is injected into the reproductive tract of selected female partner. അതായത് മെയിൽ പാർട്ട്ണറിൽ നിന്നും സെമൻ കളക്ട് ചെയ്തിട്ട് അതിനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീമെയിൽ പാർട്ട്ണറുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആനിമൽസിനെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നില്ല. ഈ ഒരു സെമൻ കളക്ട് ചെയ്തിട്ട് അത് ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ്. ഇതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇൻസെമിനേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീസ് ഓഫ് സെമൻ ഇൻ ടു ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. അതായത് സെമൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് റിലീസ് ചെയ്യുന്നതാണ് ഇൻസെമിനേഷൻ. എന്നാൽ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ എന്ത് പറയാം? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയാം. ദെൻ സെമൻ ഈസ് യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ഓർ ഈസ് ഫ്രോസൺ ആൻഡ് യൂസ്ഡ് ലേറ്റർ. അതായത് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള സെമൻ, മെയിൽ പാർട്ട്ണറിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള സെമൻ ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ അത് ഫ്രോസൺ ചെയ്തിട്ടും
ഉപയോഗിക്കാറുണ്ട്. ദെൻ ഫ്രോസൺ സെമൻ ക്യാൻ ഓൾസോ ബി ട്രാൻസ്പോർട്ടഡ്. അതായത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഒരു സെമൻ ഫ്രോസൺ ചെയ്തിട്ടാണ് പ്രിസർവ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഇതിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സെക്കൻഡ് വൺ ഈസ് മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. എന്തായിരുന്നു? MOET. അത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട് എക്സാമിന്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഫോർ കാറ്റിൽ ഇംപ്രൂവ്മെന്റ്. It is a program for cattle or herd improvement and increase the chance of successful hybrid production. അതായത് കാറ്റിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, MOET ഉപയോഗിക്കുന്നത്. It also increase the chance of successful hybrid production. അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഹൈബ്രിഡ് പ്രൊഡക്ഷന്റെ ആ ഒരു ചാൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ടും MOET സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ MOET അതിന്റെ എക്സ്പാൻഷൻ പഠിക്കുക. എന്താണ് MOET എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഫോർ കാറ്റിൽ ഇംപ്രൂവ്മെന്റ് ആൻഡ് ഇൻക്രീസ് ദി ചാൻസ് ഓഫ് സക്സസ്ഫുൾ ഹൈബ്രിഡ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. MOET-ൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എ കൗ ഈസ് അഡ്മിനിസ്റ്റേർഡ് ഹോർമോൺസ് വിത്ത് FSH ലൈക്ക് ആക്ടിവിറ്റി ടു ഇൻഡ്യൂസ് ദി ഫോളിക്കുലാർ മെച്ചുറേഷൻ ആൻഡ് സൂപ്പർ ഓവുലേഷൻ. അതായത് ഫോളിക്കുലാർ മെച്ചുറേഷനും സൂപ്പർ ഓവുലേഷനും ഇവിടെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ സൂപ്പർ ഓവുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നോർമലി ഹ്യൂമൻ ബീങ്സിന്റെ കേസിലൊക്കെ ആണെങ്കിൽ നോർമലി ഒരു ഓവാണ് ഒരു സൈക്കിളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെ? 28 ഡേയ്സിന്റെ ഇടയിൽ ഒരു ഓവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ചില കേസിൽ 2 ഓവം പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ സൂപ്പർ ഓവുലേഷൻ എന്ന് പറയുന്നത് 6 to 8 ഓവം ഒരു സൈക്കിളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. ഹോർമോൺസ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്തിട്ട് 6 to 8 എഗ്സ് ഒരൊറ്റ സൈക്കിളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ദ ആനിമൽ ഈസ് എയ്തർ മേറ്റഡ് വിത്ത് എ ബുൾ ഓർ ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റഡ്. ആനിമലിനെ ഒന്നെങ്കിൽ ഒരു ബുള്ളുമായിട്ട് മേറ്റ് ചെയ്യിപ്പിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് യൂസ് ചെയ്യും? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഉപയോഗിക്കും. Then fertilized egg at 8 to 32 cell stages are recovered non-surgically and transferred to surrogate mothers. അതായത് 8 to 32 സെൽ സ്റ്റേജ് എത്തുമ്പോൾ ഇതിനെ കളക്ട് ചെയ്തിട്ട് സെറോഗേറ്റ് മദറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിൽ തന്നെ ഉണ്ട്. മൾട്ടിപ്പിൾ ഓവുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം, ഒന്നിലധികം ഓവം ഉണ്ടാക്കാം. ഓക്കെ, മൾട്ടിപ്പിൾ ഓവുലേഷൻ. ദെൻ എംബ്രിയോ ട്രാൻസ്ഫർ. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള എംബ്രിയോനെ എന്ത് ചെയ്യാണ്? സെറോഗേറ്റ് മദറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുമ്പോൾ MOET-യുടെ എക്സ്പാൻഷനും പഠിക്കാം, ഇതിൽ വരുന്ന പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളതും പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആനിമൽ ബ്രീഡിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.